നിയമസഭയിൽ UDF കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രി ആ സ്ത്രീക്ക് കലാരാജുവിന് നേരിടേണ്ടി വന്ന അട്രോസിറ്റിയെക്കുറിച്ച് ആകെ പറഞ്ഞത് ആ മഹതിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നത്തെപ്പറ്റി അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് മാത്രമാണ്. എങ്ങനെയാണ് ഇതൊരു അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമായി ലഘൂകരിച്ചു കാണാൻ കഴിയുന്നത്? മാധവ്, മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞത് ഞാനും നിങ്ങളൊക്കെ കേട്ടതാ. ആ മഹതിക്ക് നേരിട്ട പ്രയാസങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്ത പരാതിയിൽ നടപടിയെടുത്തതും 4 പേരെ അറസ്റ്റ് ചെയ്തതും എല്ലാം വളരെ കൃത്യമായി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഞാനും നിങ്ങളൊക്കെ കേട്ടില്ലേ? എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്? സ്വാഭാവികമായിട്ട് അവർ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തുകയും കൃത്യമായ ഇടപെടലുണ്ടാകുമെന്നും ആരാണോ പ്രതി ആ പ്രതികളെ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നുള്ളതിൽ എന്ത് സംശയമാണുള്ളത്? ഒരു സംശയവുമില്ല. അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, സ്ത്രീ എന്നല്ല ആർക്കെതിരെ ആയാലും, ഇപ്പോൾ എനിക്കെതിരെ ആയാലും മറ്റാർക്കെതിരെ ആയാലും അങ്ങനെ ഒരു ആക്രമണം, എന്തെങ്കിലും ഒരു പരാതി, ഇപ്പം ഞാൻ കൊടുത്ത പരാതിയായാലും നിങ്ങൾ കൊടുത്ത പരാതിയായാലും കേരളത്തിൽ അങ്ങനെ പരാതിയെ ചവറ്റുകുട്ടയിൽ ഇട്ട് അതൊന്നും അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന ഒരു ഭരണ സംവിധാനം അല്ല ഇപ്പോൾ ഉള്ളത്. വളരെ കൃത്യമായി ഇതിലൊക്കെ അന്വേഷണം നടത്തി ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ നോക്കൂ, 4 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല മാധു, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? പ്രശ്നം ഇവരൊരു സാധാരണ ആളല്ല, ഇവരൊരു കൗൺസിലറാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു കൗൺസിലറാണ്. ആ പ്രദേശത്തെ ഇടതുപക്ഷ പ്രവർത്തകർ വളരെ പ്രയാസപ്പെട്ട് വലിയ രീതിയിൽ ഇടപെട്ട് നാട്ടിലാകെ പണം പിരിച്ച് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ അവരെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഒക്കെ കൊണ്ടുവരിക. മാധുവിനെ പോലുള്ള ഒരാൾ, അതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഈ ചർച്ചയിൽ പരിശോധിക്കേണ്ടത്. അങ്ങനെ ഒരു കൗൺസിലർ 5 കൊല്ലം ഇവിടെ ഉണ്ടായിട്ട്, ഈ ഒരു 4 വർഷം കഴിയുന്ന കാലം ഇവിടെ ഉണ്ടായിട്ട് ഇതുവരെ ഇല്ലാത്ത ഒരു അവിശ്വാസം പൊടുന്നനെ ഉണ്ടാവുക. അതാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് അവർക്കെന്തോ അവിശ്വാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കാലുമാറ്റത്തിന് പ്രോത്സാഹിപ്പിക്കലല്ലേ? എന്തിനാ ഈ എറണാകുളം ജില്ലയിലെ ഒരു ഗുണ്ടാ പടകളാകെ ഈ കൂത്താട്ടുകുളത്ത് കേന്ദ്രീകരിച്ചത്? ഞങ്ങളാരും പോയിട്ടില്ലല്ലോ. ഞങ്ങളെ ഏതെങ്കിലും CPM-ന്റെ എറണാകുളത്ത് നിന്നുള്ള ആകെ സഖാക്കൾ അവിടെ കേന്ദ്രീകരിച്ച ഒരു അപകടത്തിനൊന്നും പോയിട്ടില്ലല്ലോ. ഇവർ എറണാകുളത്ത് നിന്ന് വിളിച്ചാൽ കിട്ടുന്ന ഈ പറയുന്ന, ഇപ്പൊ എറണാകുളത്തെ DCCയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്? നിലവാരമില്ലാതെ വെല്ലുന്ന തരത്തിലുള്ള പരാക്രമമല്ലേ പോലീസ് സ്റ്റേഷനിൽ നടത്തിയത്? അതല്ലേ നടത്തിയത്? സത്യത്തിൽ നമ്മളൊക്കെ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് പരിശോധിക്കേണ്ട കാര്യം. ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തേതല്ല. ഇതിന് വേണ്ടി തന്നെ ഒരാളെ അങ്ങ് DCC പ്രസിഡന്റ് ആക്കി നിർത്തിയത് പോലെയാണ്. ഇപ്പൊ VD സതീശന്റെ ഒക്കെ ഒരു കൈക്കാര്യൻ ഇങ്ങനെ ചെയ്ത് പോകാൻ വേണ്ടി ഒരാള് എന്നുള്ള നിലക്ക് അങ്ങ് നിർത്തുക. എന്തിനാണ് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായത്? എന്താണ് അവിടുത്തെ കൂത്താട്ടുകുളത്തെ നഗരസഭയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളത്? ഇവര് പല വാഗ്ദാനങ്ങളോ മറ്റോ കൊടുത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇവരിങ്ങനെ ഒന്ന് മാറി ചിന്തിക്കാവുന്ന സാഹചര്യം ഉണ്ടായി എന്ന് ഇവർ കരുതുന്നത്. അങ്ങനെ